നമസ്കാരം. CPM നേതാവും രാജ്യസഭാ എംപിയുമായ സഖാവ് റഹീമിനെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അതിൽ വളരെ മോശമാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദ വിഷയമായിരിക്കുന്നത്. ഇന്ത്യ പോലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇംഗ്ലീഷ് ഒരു ലിങ്ക് ലാംഗ്വേജായി അനുവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതിൽ സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടായാൽ ആശയവിനിമയം കുറച്ചും കൂടി ഈസി ആവും എന്ന് കരുതി ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇല്ലായ്മ ഒരു സ്റ്റിഗ്മയാണ്, അല്ലെങ്കിൽ ഒരു നാണക്കേടാണ് എന്നുള്ള ഒരു ചിന്താഗതി ഒട്ടും ശരിയല്ല. വികസിത രാഷ്ട്രങ്ങൾ എല്ലാം തന്നെ, റഷ്യ, ജപ്പാൻ, ചൈന, അവിടെയൊക്കെ തന്നെ അവരുടെ മാതൃഭാഷയിൽ തന്നെയാണ് ഗവേഷണങ്ങൾ നടത്തുന്നതും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നതൊക്കെ അവരുടെ മാതൃഭാഷയെ തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് നമ്മൾ മാനിക്കേണ്ടത് അറിവിനെയാണ്, അല്ലാണ്ട് ഭാഷ പാണ്ഡിത്യത്തെയും പരിജ്ഞാനത്തെയും ഒന്നുമല്ല. കൂടുതൽ ഭാഷ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിഗതമായ ഒരു കഴിവ് മാത്രമാണ്. വേറൊരു ഭാഷ അറിഞ്ഞില്ലെങ്കിലും അത്ര നാണക്കേടായിട്ട് ഇപ്പോൾ ആൾക്കാർ കണക്കാക്കണില്ല. അവനവൻ്റെ മാതൃഭാഷ വളരെ വികലമാക്കിയാണ് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ. ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ നാണക്കേട്. എത്ര സബ്നോർമലാണെന്നറിയോ അവരുടെ ചിന്താരീതികളൊക്കെ. കാരണം ഒരു ഇൻ്റലക്ച്വൽ സ്ലേവറിയാണത്, ഭൗതികമായ അടിമത്തം. ബ്രിട്ടീഷ് കോളനികളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇംഗ്ലീഷ് ഭാഷ ആണ് പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നത്. അവർക്ക് വെള്ളക്കാരോടുള്ളൊരു അഭിനിവേശവും ആരാധനയുമാണ്. ഇംഗ്ലീഷ് അറിയുന്നവരാണ് ഏറ്റവും വലിയ, എത്ര കള്ളുടിയനാണെങ്കിലും വേണ്ടില്ല, പെണ്ണുപിടിയനാണെങ്കിലും വേണ്ടില്ല, ക്രൂരനായാലും ദുഷ്ടനായാലും അയാൾ ഇംഗ്ലീഷ് പറയണ കേട്ടോടുകൂടി കേട്ട് നിന്ന ആൾക്കാരൊക്കെ നാണം കെട്ടു. അവരെ കാണുമ്പോൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കും, അയാൾ ഇംഗ്ലീഷ് പരിജ്ഞാനം എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഒരു ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് മാനവികത ഉണ്ടാവണമെന്നില്ല, അറിവുണ്ടാവണമെന്നില്ല, കേവലം ആ ഭാഷയിലൊരു പരിജ്ഞാനം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഈ CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ കാണാം, വളരെയധികം മുടിയൊക്കെ ബോബ് ചെയ്ത് വളരെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മിടിയൊക്കെ ഇട്ടിട്ടുള്ള വല്ല ഗോവയിൽ നിന്നോ അവിടെ നിന്നൊക്കെ ആൾക്കാരെ സ്ത്രീകളെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഷോപ്പീസുകളായിട്ട് സ്കൂളിൽ ഇരുത്തുന്നു. അവരുടെ ക്യാരക്ടറിൻ്റെ ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡോ അവരുടെ ആപ്റ്റിറ്റ്യൂഡോ അവരുടെ സബ്ജക്റ്റ് അതോറിറ്റിയോ ഒന്നും ചെക്ക് ചെയ്യില്ല. ഇംഗ്ലീഷ് ഭാഷ ആണ് അവർക്ക് പറയാനറിയും, അതുപോലെ കുട്ടികൾ പറയണം എന്നുള്ളതാണ്, എന്ന രീതിയിലാണ്. അവർക്ക് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അറിയുള്ളൂ, അവരുടെ പെഡഗോജി അറിയില്ല, ഒന്നും അറിയില്ല. ഭയങ്കര ഡേഞ്ചറസ് ആണത്. അത്ര ആൾക്കാരെ കൊണ്ടുവന്ന് കുട്ടികളിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള സംഗതികളെ കുറിച്ചൊന്നും ചിന്തിക്കാനോ ഒന്നും ധാരണയില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ധാരണയില്ല. വെറും ഇംഗ്ലീഷ് സെൽഫിഷ്നെസ്സിൻ്റെ അങ്ങേയറ്റാവും കുഞ്ഞുങ്ങളിൽ ആദ്യം ഇമ്പാർട്ട് ചെയ്യുന്നത്. അവരുടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ആവും. അതൊന്നും കുഴപ്പമില്ല. വാല്യൂസ് ഒന്നും ഇമ്പാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് അറിയില്ല. അവർ ആകെ ഇംഗ്ലീഷ് സംസാരിക്കുക, അടിക്കും, പിനലൈസ് ചെയ്യും, ഡയറിയിൽ കുട്ടിയൊന്ന് പിനലൈസ് ചെയ്തിട്ട് ഡയറിയിൽ എഴുതും ആ കുട്ടി ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി. അറിവാണ് വേണ്ടത്, നമ്മൾ മാനിക്കേണ്ടത് അറിവിനെയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്നല്ല, മലയാളം നന്നായി സംസാരിക്കുന്നതിനോടുള്ള ഒരു വ്യക്തിയോട് ആരാധനയൊന്നും കാണില്ല, ഹിന്ദിക്ക് നല്ല പാണ്ഡിത്യമുള്ള ആൾക്കാരോട് ആരാധനയൊന്നും കാണുന്നില്ല, മറ്റു ഭാഷയിലെ ഉള്ളൊരു പ്രാവീണ്യത്തിനോടുള്ളൊരു ആരാധനയൊന്നും കാണുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനോട് എവിടുന്നോ ഒരു ആരാധന വന്നുകൂടി അവരുടെ പിന്നാലെ അങ്ങനെ നടക്കും. എന്താ കാനഡയിലേക്ക് പോകണമെങ്കിൽ, UK പോകണമെങ്കിൽ, അതേപോലെ മറ്റൊടുത്ത് പോകണമെങ്കിൽ, മറ്റേ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ IELTS പാസ്സാവണം, അതിന് സ്കോർ ഉണ്ടാക്കണം. ആ സ്കോർ കിട്ടിയവരാണ് ഏറ്റവും മിടുക്കൻ. കാശ് അയക്കുന്നവൻ ഇംഗ്ലീഷ് ഭാഷയിൽ സ്കോർ നേടി അവിടെ പോയി എന്ത് തോട്ടിപ്പണി എടുത്താലും കുഴപ്പമില്ല, അവരോടാണ് ബഹുമാനം.
അവിടെ UK-ൽ ബ്രിട്ടനിൽ അവിടുത്തെ കൂലിപ്പണിക്കാരും ഇംഗ്ലീഷ് പറയുന്നുണ്ട് എന്ന് കരുതി അവർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പാണ്ഡിത്യമൊന്നുമില്ല. നമ്മൾ മലയാളം പറയുന്ന പോലെ അവർ പറയുന്നു. ശരി. അപ്പോൾ നമ്മൾ നമ്മുടെ വിദേശ ഭാഷയുടെ എൻക്രോച്ച്മെൻറ്റിനെ തടയാൻ മലയാളി ഒരു തരത്തിലുള്ള ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് പറയുമ്പോൾ അതിൽ പല പല ഭാഷകളാണ്. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നൊരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുന്ന സമയത്ത് ഒരു ആശയവിനിമയത്തിനും കമ്മ്യൂണിക്കേഷനും വേണ്ടി ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടാവുന്നതൊക്കെ ശരി തന്നെയാണ്. എല്ലാവർക്കും എല്ലാ ഭാഷയൊന്നും അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറൽ അഫയേഴ്സും നമ്മുടെ പാർലമെൻറ്റും ഒക്കെ പോയി സംസാരിക്കുന്നത് ഇംഗ്ലീഷിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MP-യെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മലയാളിയോട്, ഒരു പത്രപ്രവർത്തകനോട് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പരിഹസിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. കാരണം അദ്ദേഹം എത്നിക് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആസ് ഫാർ ആസ് പോസിബിൾ കഴിയുന്നത് ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിക്കുള്ളൂ, നിങ്ങൾ ദ്വിഭാഷീനെ വെച്ചോളൂ. കാരണം ഈ അറിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഭാഷയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ജീനിയസും ഇൻ്റലിജൻസൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഭാഷയോടുള്ളൊരു ഫ്ലെയർ ഉള്ളവർക്ക് ഭാഷ പഠിക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് അറിവാണ്, മാനവികതയാണ്, മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ളൊരു മനസ്സാണ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ എല്ലാമായി എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ കുറച്ച് ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലും ഒരു പൊതുപ്രവർത്തകനെ അവഗാഹമൊന്നും ഉണ്ടാവണമെന്നില്ല. അതിനെ ആണ് ഉപദേശകരോട് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെത്. ഇപ്പം ഇംഗ്ലീഷ് ഭാഷ അദ്ദേഹം ഗവേഷണം ചെയ്ത് ഏത് ഭാഷയിലാണെന്ന്, ഗവേഷണം ഹയർ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് നിർബന്ധമാക്കിയിട്ടുണ്ടാവായിരിക്കാം. പക്ഷെ ഞാൻ പറയുക അങ്ങനെയൊന്നുമല്ല. അവനവൻ്റെ ഭാഷയിലും നമ്മൾ ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാക്കുന്നത് നമുക്ക് ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മളൊരു കോളനി ആയതുകൊണ്ടും നമുക്ക് മറ്റു എത്നിക് അല്ലാത്തത് കൊണ്ടുമാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് നോക്കിയാൽ തമിഴ്നാട്ടിൽ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അതൊക്കെ വലിയ കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല, അത്രയും സങ്കുചിതത്വം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവനവൻ്റെ ഭാഷയെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല പ്രയോഗങ്ങളും, നമ്മുടെ സംസ്കൃതിയും ഒക്കെ തന്നെ. അതുകൊണ്ട് ചുരുങ്ങിയ പക്ഷം ഭരണകൂടങ്ങളെങ്കിലും നമ്മുടെ ഭാഷയെ പ്രൊമോട്ട് ചെയ്യണമല്ലോ. അദ്ദേഹം മലയാളത്തിൽ തെറ്റിപ്പറഞ്ഞു എന്ന് പറഞ്ഞത്, അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരുപക്ഷെ ഇൻറ്ററാക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ഓൾ ഓഫ് എ സഡൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നമ്മൾ ഏത് ഭാഷയാവട്ടെ, ഇപ്പോൾ എനിക്കൊക്കെ ഹിന്ദിയിൽ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു 40 കൊല്ലം മുന്നേക്ക്. പക്ഷേ ഇപ്പോൾ അത് ഹിന്ദി ഭാഷ എനിക്കറിയാം, ഹിന്ദി സാഹിത്യം എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ബംഗാളികളോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ അത് ബ്രഷപ്പ് ചെയ്യണത്. എനിക്ക് ഒരാഴ്ച അതിൻ്റെ മുകളിൽ ഇരുന്നാൽ ശരിക്കും എനിക്കത് പഴയത് തിരിച്ചു പിടിക്കാൻ പറ്റും, റീക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം നമുക്ക് GPT ജെമിനിയൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഇതിലെന്താന്നുള്ളത് പെട്ടെന്ന് പറ്റും. ഒക്കെ ഒരു ആഴ്ച മതി. റഹീമിന് ഒരാഴ്ച മതിയാവും ആ ഇംഗ്ലീഷ് ഒന്ന് ശരിയായ രീതിയിൽ പറയാനായിട്ട്. പിന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അത് ഒഴുക്കോടെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അത് മലയാള ഭാഷയാണ്, നമ്മുടെ മാതൃഭാഷയാണെങ്കിൽ തന്നെ 4 ദിവസം വായടച്ചിരുന്ന് നോക്കി 5-ാം ദിവസം നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യും, സ്റ്റാമർ ചെയ്യും സംസാരിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കാത്തൊരു ഭാഷ പെട്ടെന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചതിന് മറുപടി പറയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. ഈവൻ PhD കിട്ടിയ ആൾക്ക്, ആ ഭാഷയിൽ PhD കിട്ടിയ ആൾക്ക് പോലും ഒരു നിത്യേന ഉപയോഗിച്ചില്ലെങ്കിൽ, നിത്യേന സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴുക്കോടെ വരില്ല. വെറുതെ എഴുതാൻ പറ്റും നന്നായിട്ട്. ഞാൻ എത്രയും ഗംഭീര സാഹിത്യകാരന്മാരൊക്കെ ഇംഗ്ലീഷിൽ നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ സംസാരിച്ച് ശീലിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. പക്ഷെ അവരെയൊക്കെ കൂടുതൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം എഴുതാൻ പറ്റും. ഞാനിപ്പോൾ തകഴിയെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു ഒറീസക്കാരിയ അതോ ആസാമി ഒരു എഴുത്തുകാരി, അവർ മലയാളം പറയണത് കേൾക്കണം. നമ്മളിങ്ങനെ
ഒരു മദർ ടങ്ങിൽ മാതൃഭാഷ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല. അവരുടേത് അവർ ആർജിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യാകരണത്തെ കുറിച്ച് അവർ ഒരുപാട് ബോധവാന്മാരും ബോധവതികളും ആവും ഫോറിൻ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. റഹീം എന്താണ് സംസാരിച്ചതെന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ റഹീമിന് ആര് PhD കൊടുത്തു, അദ്ദേഹത്തിൻ്റെ PhD തീസിസൊക്കെ ആര് ചെയ്തു കൊടുത്തു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതിലേക്ക് എനിക്കറിയില്ല. ഹൈലി പൊളിറ്റിക്കലൈസ്ഡ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്തിനത്രയധികം തെറ്റ് പറയുന്നത്? ഒന്ന് പറയാമല്ലോ, നമ്മൾ ഈ ഒരാളുടെ ഭാഷാബോധത്തിനെയും ഭാഷാ പ്രാവീണ്യത്തിനുമല്ല നമ്മൾ സ്തുതിക്കേണ്ടത്. അദ്ദേഹം എങ്ങനെ കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് വെറുതെ എക്സിക്യൂട്ട് ചെയ്യുന്നല്ല, അതിൽ മാനവികതയോട് കൂടിയിട്ട് മാനവികത അപ്ലൈ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളെ സമീപിക്കുക. എത്ര കണ്ട് മാനവികതയുണ്ട്, എത്ര കണ്ട് അത് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട് എന്നൊക്കെ കരുതിയാണ്. അപ്പോൾ മാനവികത ഇല്ലാത്ത ശാസ്ത്രം എന്തിന്, മാനവികത ഇല്ലാത്ത അറിവ് എന്തിന്, മാനവികത ഇല്ലാത്ത PhD എന്തിന്? അപ്പോൾ അതൊന്നും അല്ല വേണ്ടത്. ഇംഗ്ലീഷ് ഭാഷ അറിയുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹൈ ടൈം അത്തരം ഈ കോള് പോലെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനമോ അവഗാഹമോ ഉള്ള ആൾക്കാരൊന്നുമല്ല. അവർ മൊത്തം തെറ്റ് തന്നെയാണ് വിദ്യാർത്ഥികളെയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊന്നും തിരുത്താനോ അത്തരം കുട്ടികളെ കയ്യിൽ ഏൽപ്പിക്കാനോ ഒന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു അന്ധമായ ഒരു ആരാധന കൊണ്ട് കുഞ്ഞുങ്ങളിൽ വാല്യൂസ്, മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ, ഇമ്പാർട്ട് ചെയ്യാനായിട്ട് കഴിയാതെ വരുന്നുണ്ട് ഇപ്പോൾ. അതൊരു നഗ്നമായ സത്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ പേരിൽ റഹീമിനെ അപമാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം ഒരു ലിങ്ക് ലാംഗ്വേജ് എന്ന രീതിയിൽ ഇംഗ്ലീഷ് എന്ന നിലയിൽ ഇംഗ്ലീഷ് പഠിച്ചെടുത്താൽ അദ്ദേഹത്തിന് നല്ലത്. പാർലമെൻറ്റിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒക്കെ പോവുകയാണെങ്കിൽ അദ്ദേഹം മലയാളത്തിൽ തന്നെ പറയണം. ദ്വിഭാഷയെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവനവൻ്റെ ഭാഷയിൽ പറയണം. പക്ഷേ സംസാരിക്കേണ്ടി വന്നാലോ, വിദേശികളോടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളോട് വരുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് വരുമ്പോൾ, നമുക്ക് താല്പര്യമുള്ള ആൾക്കാരോട് വരുമ്പോൾ, അവരെ കാണുമ്പോൾ ഒക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തിന് ഗുണം ചെയ്യും. അല്ലാതെ ഒരു സമൂഹ മധ്യത്തിൽ ഇട്ട് ഒരു വ്യക്തിയെ, അത് റഹീമിനെ ആണെങ്കിലും റഹീം ആവട്ടെ, BJPയിലുള്ള ഒരു നേതാവാവട്ടെ, കോൺഗ്രസ്സിലുള്ള നേതാവ് ആവട്ടെ, ഒരു ലേമൻ, ഒരു സാധാരണ വ്യക്തിയാവട്ടെ, അവരെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. വളരെ മോശമാണത്.